ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലൊരു ചോദ്യം ചോദിക്കുക. ആ ഒരു ചോദ്യം റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാനിവിടെ കാർഡ്സ് ഷഫിൾ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ ആ ഒരു ചോദ്യം മനസ്സിൽ നല്ലോണം ചോദിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു റീഡിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. നിങ്ങൾ മനസ്സിൽ ആ ഒരു ചോദ്യം റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കാർഡ്സ് ഷഫിൾ ചെയ്യുമ്പോഴത്തേന് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് 5 ഓഫ് കപ്സ് ആൻഡ് ലവേഴ്സ് ആണ്. ഇവിടെ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കാം. ഇവിടെ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നഷ്ടമായത് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ അത്രയും ജീവനായിട്ട് കരുതിയ ഒരു വ്യക്തിയായിരുന്നു ഇയാൾ. ആ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് നഷ്ടമായി പോയത്. അപ്പം നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനാണ്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ പോലും ആ ഒരു വ്യക്തിയോട് ഒരു ആത്മബന്ധം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. മറ്റാരേക്കാളും ഈ ഒരു വ്യക്തിയോട് ഒരു അടുപ്പം തോന്നിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾ സോൾമേറ്റ് ആണ്. അപ്പം ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഒരു നഷ്ടമായ സാഹചര്യം ഇവിടെ കാണുന്നു. അപ്പം ജീവിതത്തിൽ എന്ത് കാര്യം നിങ്ങൾക്ക് അതിന് പകരം തന്നാലും ആ ഒരു നഷ്ടത്തിന് പകരമാവുകയില്ല. ആ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത് ലൈഫിൻ്റെ. കാരണം ആ ഒരു വ്യക്തി ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു സമയം. അപ്പം എന്തായാലും ഇപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ആ ഒരു വ്യക്തിയുടെ നഷ്ടമെന്ന് പറയുന്നത് വളരെ വലിയൊരു നഷ്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെയും റിക്കവർ ആവാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് വേദന ഉണ്ടായിരുന്നായിരിക്കാം. അപ്പം അതൊരു ട്രോമയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പാസ്റ്റിൽ സ്റ്റക്കാണ്. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ മറ്റെന്ത് സന്തോഷങ്ങളുണ്ടെങ്കിലും അതിലൊന്നും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടാവില്ല. കാരണം ആ ഒരു നഷ്ടത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ ഇരിക്കുകയാണ്. ആ ഒരു നഷ്ടമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെ ആയിരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇത്രയും നാൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നിട്ടുള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളൊരു കർമ്മയിലൂടെയാണ് ഇത്രയും കാലം കടന്നു പോയത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം. ഒരുപാട് കർമ്മ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. മേ ബി അത് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചെയ്ത കർമ്മയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു കർമ്മയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലൈഫ് ലെസൺസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന കർമ്മയായിരിക്കാം ഇത്. കാരണം ജീവിതത്തിൽ നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനായിട്ട് യൂണിവേഴ്സായിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്യിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ലൈഫ് ലെസൺ എടുത്തതായിട്ട് കാണുന്നു. നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആയി മാറിയിട്ടുണ്ടായിരിക്കാം. ഇതിനോടകം തന്നെ നിങ്ങൾക്ക് സ്വന്തമായ ഒരു ഡിസിഷൻ എടുക്കാനായിട്ടൊക്കെ ഇപ്പോൾ സാധിക്കുന്നുണ്ടായിരിക്കാം. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ നേരിട്ട ആ ഒരു ദുരനുഭവം തന്നെയാണ്. അപ്പം നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച ഒരു വ്യക്തിയെ തന്നെയാണ് നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളത്. അതുതന്നെയാണ് കാണുന്നത്. അപ്പം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കർമ്മ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുതന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ പക്ഷേ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരിക്കാം ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട്. പക്ഷേ അത് തകർന്നടിഞ്ഞ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് ആ ഒരു സ്വപ്നങ്ങളെല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോയ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്.
അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പകച്ചുപോയ ഒരു സാഹചര്യം തന്നെ ഇവിടെ കാണുന്നുണ്ട്. ഇനിയുള്ള ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു ക്ലിയർ പിക്ചർ ഉണ്ടായിരിക്കില്ല. ആ ഒരു പെയിൻഫുൾ എൻഡിങ്ങിൻ്റെ സമയത്തും നിങ്ങൾ പ്രതീക്ഷ കൈവിടാതെ എല്ലാം സഹിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് ഒരു ജഡ്ജ്മെൻറ്റ് കൊണ്ടുവരുന്നതാണ് എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു കഷ്ടകാലം പിടിച്ച സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല സമയങ്ങൾ അടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ ഒരു കാർഡ്. കാരണം കഷ്ടകാലമെല്ലാം ഒഴിഞ്ഞു പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ പോകുന്നു. ഇതെല്ലാം ഒരു അവസാനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് ചിലപ്പോൾ സന്തോഷമായിരിക്കാം. ഇത്രയും കാലം നിങ്ങൾ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ അതിജീവിച്ചു കാണും. ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതം. അപ്പം അത് കാരണം തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് ഇറങ്ങി വരാനായിട്ട് കഴിയുന്നില്ല. കാരണം നിങ്ങളെ ഒരുപാട് തളർത്തിയിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്തായിരിക്കാം ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് ഇറങ്ങി വരാനായിട്ട് ഭയമുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് സങ്കടത്തിലാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. നിങ്ങൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കാം ഈ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ. നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾക്ക് ആരോടും ഷെയർ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. അല്ലെ അതിനാരും കാണില്ലായിരിക്കാം. അല്ലെ നിങ്ങളുടെ സങ്കടം തുറന്നു പറയാനായിട്ട് നിങ്ങൾക്ക് ആരും കാണില്ലായിരിക്കാം. അപ്പം നിങ്ങൾക്ക് ഉറക്കം പോലും നഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം ഇതൊക്കെ ആലോചിച്ചിട്ട്. നിങ്ങളെ ഒരുപാട് സ്വപ്നങ്ങൾ പേടിപ്പെടുത്തുന്നുണ്ടായിരിക്കാം. അപ്പം അതെല്ലാം നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നേരിട്ട ഒരു സംഭവങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഇതിൽ തളർന്നു പോവേണ്ടവരല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറും കൂടി നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനാണ് പ്രോബ്ലം എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതാണ് എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ ഈ ഒരു പേഴ്സൺ പിന്നെയും തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. അപ്പം കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് ഇത്. വളരെ സ്ലോ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ അത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കരുതും ഞാൻ എത്രയൊക്കെ കാത്തിരുന്നിട്ടും എൻ്റെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ വളരെ സ്ലോ ആണ് ഈ ഒരു എനർജി. പക്ഷേ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ്, നിങ്ങളുടെ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി എല്ലാം കൊണ്ടുവരുന്നതാണ്. അപ്പം നിങ്ങൾ ക്ഷമയോടുകൂടി തുടരാനാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത്. നിങ്ങൾ ഈ ഒരു സമയം പ്രതീക്ഷ കൈവിടാതെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക. കാരണം നിങ്ങൾ ഈ ഒരു സമയം പ്രതീക്ഷ കൈവിടരുത് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം 3 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾ എൻ്റെ റിസൾട്ടാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ പാർട്ട്ണർ തിരികെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചാണ് വരാനായിട്ട് പോകുന്നത് അതെല്ലാം നിങ്ങൾ ഈ ഒരു സമയം വിഷ്വലൈസ് ചെയ്യുക. കാരണം നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതൊരു മാനിഫെസ്റ്റേഷനായിട്ട് മാറുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയം 8 ഓഫ് സോർട്സിൻ്റെ എനർജിയിലായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. അപ്പം ആ ഒരു വിഷമങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരണം. ഇതെല്ലാം നിങ്ങളുടെ ചിന്തകളാണ്. ഈ ഒരു ചിന്തകളിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാർട്ട്ണറുമായിട്ട് ഇനിയും നിങ്ങളുടെ ലൈഫ് ഇനിയും ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങണമെങ്കിൽ നിങ്ങളുടെ ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. നിങ്ങൾ നല്ല മൈൻഡോട് കൂട്ടിയിട്ടിരിക്കണം. പാസ്റ്റിനെ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കാനാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം നമ്മൾ പാസ്റ്റിൻ്റെ ആ ഒരു വേദനകളിൽ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഫ്യൂച്ചറിൽ സന്തോഷിക്കാനായിട്ട് കഴിയുകയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക.
അപ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു നെഗറ്റീവ് തോട്ട്സിൽ ഇരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു റീയൂണിയനാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എന്തായാലും നിങ്ങൾ മനസ്സിൽ ചോദിച്ച ചോദ്യം, ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു പ്രിയപ്പെട്ട വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരികെ വരുമോ എന്നുള്ള ചോദ്യമായിരിക്കാം. മേ ബി കൂടുതൽ പേരും ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം എന്തായാലും ഇവിടെ ആൻസർ യെസ് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരും, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം എന്തായാലും നിങ്ങൾ പ്രതീക്ഷ കൈവിടാതെ ഇരിക്കൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്തായാലും നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഒരു അബണ്ടൻസ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രോസ്പെരിറ്റി ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാൾ ഒരു കഷ്ടകാലം പിടിച്ച സമയമുണ്ടെങ്കിൽ അതെല്ലാം മാറുകയാണ്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ളൊരു റീയൂണിയനാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷ കൈവിടാതെ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ചോദിച്ച ചോദ്യത്തിന് ആൻസർ എസ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ്. അപ്പം നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പേഴ്സൺ പറയുകയാണ്, ഞാൻ ചേഞ്ച് ചെയ്യുകയാണ് നിനക്ക് വേണ്ടിയിട്ട്, ഞാൻ എൻ്റെ സ്നേഹവുമായി നിൻ്റെ അരികിലേക്ക് വരും എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജാണ്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് എന്താണ്? ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അതിതീവ്രമായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ, നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ഓർമ്മകളാണ് ആ ഒരു പേഴ്സണെ മനസ്സിലുള്ളത്. അപ്പം അവർ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധം സ്ട്രോങ് ആക്കാനായിട്ട് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ട്, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. പക്ഷെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് പേടികൾ ഉള്ളതായിട്ട് കാണുന്നു. ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയ ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നുള്ളത് ഓർത്തായിരിക്കാം ആ ഒരു പേഴ്സൺ പേടിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി മറ്റാരെയൊക്കെയോ ഭയക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെതിരായിട്ട് നിൽക്കുന്ന ആളുകളെ. അപ്പം എന്തായാലും ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. മേ ബി ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ പറ്റിയിട്ടുള്ള മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷനും ഈ ഒരു പേഴ്സൺ അറിയുന്നുണ്ടാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ മറ്റാരോടെങ്കിലും നിങ്ങളെപ്പറ്റി തിരക്കുന്നുണ്ടായിരിക്കാം. അപ്പം എന്തായാലും ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് ഈ ഒരു പേഴ്സൺ തിരികെ വരും എന്നുള്ളതാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. ഞാൻ എന്ത് പ്രതിസന്ധിയും മറികടന്ന് നിന്നിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണും 5 ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ്. വളരെയധികം നഷ്ടബോധമാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്തി പോയ ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്കും വളരെയധികം സങ്കടമുണ്ട്, പാസ്റ്റിൽ തന്നെ സ്റ്റക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് വളരെയധികം നിങ്ങളുമായിട്ടുള്ള ജീവിതത്തെ പറ്റിയിട്ട് സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം. അപ്പം എന്തായാലും ആ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ പറ്റിയിട്ട് ഡേ ഡ്രീമിങ് ചെയ്യുന്നു. നിങ്ങളും ഒന്നിച്ചുള്ള ജീവിതം, നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേ ബി ഈ ഒരു പേഴ്സൻ്റെ ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നോക്കാം. ഇവിടെ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം,
ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഇമോഷണലി ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ മറ്റാർക്കെങ്കിലും വേദനിക്കുമോ എന്നുള്ള ഭയമായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. മേ ബി അങ്ങനെ ആയിരിക്കാം. അപ്പം എന്തായാലും യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കൂ എന്നുള്ളതാണ്. നിങ്ങളുടെ മൈൻഡിൻ്റെ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കൂ. നിങ്ങൾ ഈ ഒരു സമയം സ്റ്റക്കായിട്ട് തുടരുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുണ്ട്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡിൻ്റെ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കൂ. നിങ്ങളുടെ മുന്നിൽ അനന്തമായ സാധ്യതകളാണ് കാണുന്നത്. അപ്പം അതിലേക്കൊക്കെ എത്തിപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട്. ചിലപ്പോൾ നിങ്ങളെ ഭയപ്പെടുത്താനും പിന്തിരിപ്പിക്കാനും ഒക്കെ ഒരുപാട് പേരുകൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മൈൻഡിന്റെ കൺഫ്യൂഷൻസ് ഒഴിവാക്കിയാൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മുന്നിൽ അനന്തമായ സാധ്യതകളാണ് ഇരിക്കുന്നത്. അപ്പം അതിലേക്ക് എത്തിപ്പെടാനായിട്ട് നിങ്ങളെ പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം ഇന്നത്തെ റീഡിംഗ് ഇതായിരുന്നു. അപ്പം നിങ്ങൾ മനസ്സിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ എസ് എന്നാണ് കേട്ടോ. അപ്പം വളരെ ഹാപ്പി ആയിട്ടിരിക്കണം.